കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. BPA S184 UGയുടെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റേതാണ് നമ്മൾ ഇന്ന് നോക്കുന്ന PYQ എന്ന് പറയുന്നത്. ഈ ഒരു PYQ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ജൂൺ 22 തൊട്ട് ഡിസംബർ 25 വരെ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ തന്നെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസിന്റെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു PYQവിനകത്ത് നമ്മൾ നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലും അതേപോലെ തന്നെ നമ്മൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാംസിൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQയെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു PYQവിൽ ഏറ്റവും ഹൈ ഈൽഡ് സിലബസും അതേപോലെ തന്നെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ 2 സെറ്റ് ഓഫ് പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റും അതേപോലെ എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്ന് നമ്മൾ ഈ ഒരു PYQവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെസ്ക് യൂസ് ചെയ്യേണ്ടതാണ്. പാർട്ട് 1 പറയുന്നത് ദോസ് സ്റ്റുഡൻസ് ഫോർ വാക്ട് ഇൻ ടു എക്സാം ഹോൾ ഇൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ എക്സാമിനെ കുട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ്. സെഷൻ 4 ഈ ഒരു വീഡിയോയിൽ സെഷൻ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക്, അതിൽ യൂണിറ്റ് 1, 2, 3, 4, യൂണിറ്റ് 1, 2, 4, 5, 6, 9, 10, 11 മസ്റ്റ് ആയിട്ടും 3 സ്റ്റാറിൽ വന്നിട്ടുള്ള ഈ യൂണിറ്റ്സിലെ പോർഷൻസ് എല്ലാം മസ്റ്റ് ആയിട്ടും നമ്മൾ പഠിച്ചു പോവുക. പാർട്ട് 2 പറയുന്നത് ബാലൻസ്ഡ് പ്ലാൻ ആണ്. ബാലൻസ്ഡ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്കൊരു അല്പം സമയം കൂടുതലുണ്ട്, ഒരാഴ്ചയല്ല അതിൽ കൂടുതലായിട്ട് നമ്മൾ സമയം ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ബ്ലോക്ക് 1ന്റെ യൂണിറ്റ് 1 തൊട്ട് 4 വരെയാണ് ബ്ലോക്ക് 1 വരുന്നത്. അതിലെ SLMസും അതേപോലെ സെഷൻ 4ലും 5ലും പറയുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. പാർട്ട് 3 പറയുന്നത് ഡിസ്റ്റിങ്ഷീവ് പ്ലാൻ ആണ്. അവിടെ ഒരു ഫുള്ളി സെമസ്റ്ററിന്റെ പോർഷൻസ് കവർ ചെയ്യാനുള്ള ടൈം നമുക്കുണ്ട്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വരുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ട്വൈസ് ഓർ ത്രൈസ് നമ്മൾ റിവൈസ് ചെയ്യുക. കൂടാതെ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട്സ്, ഹാൻഡ് റിട്ടൺ നോട്ട്സും കാര്യങ്ങളും ഒക്കെ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ 3 പാർട്ട് ഉണ്ട്. ലാസ്റ്റ് ടൈം ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷൻ 4 പറയുന്ന ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുക. പാർട്ട് 2 സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂണിറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന യൂണിറ്റ്സും ബ്ലോക്കിലെ SLMs ഒക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാർട്ട് 3 ആണെങ്കിൽ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പഠിച്ച സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനി ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുള്ളത് മാത്രം ചെയ്താൽ മതി. എക്സാം പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിങ്. എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അടുത്തത് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിങ് ആണ്. അപ്പൊ എങ്ങനെയാണ് എക്സാം പാറ്റേണും എങ്ങനെയാണ് ആൻസേഴ്സ് സ്ട്രക്ചറൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ട് തന്നെ ഇഗ്നോന്റെ എക്സാംസിൽ നമ്മളുടെ ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും എത്രയാണ് 10 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മുടെ എൻവിറോൺമെന്റിന്റെ പാറ്റേൺ പോലെ തന്നെയാണ്. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, 18 മാർക്കാണ് നമുക്ക് ജയിക്കാൻ വേണ്ടത്. 2 മണിക്കൂറുള്ള പരീക്ഷയാണിത്. അപ്പൊ ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സെക്ഷൻ എയും സെക്ഷൻ ബിയും ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 അതേപോലെ സെഷൻ 2വിനകത്ത് കവർ ചെയ്ത് പോകുന്നത് ബ്ലോക്ക് 2ഉം 3യും ആയിരിക്കും നമുക്ക് കവർ ചെയ്ത് പോകുന്നുണ്ടാവുക. 8 ക്വസ്റ്റ്യൻസ് ഇപ്പൊ ജൂൺ 2022 തൊട്ട് ഡിസംബർ 2025 വരെയുള്ള പാറ്റേൺസ് നമ്മൾ നോക്കിയാൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് 2 പോർഷൻസിൽ അല്ലെ 2 സെഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മുടെ യൂണിറ്റ് 11 പറയുന്ന പോർഷൻസും അതേപോലെ തന്നെ
ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള യൂണിറ്റ് 4 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതൊക്കെ നമുക്കൊരു ഗ്യാരണ്ടീഡ് മാർക്ക് തരുന്ന പോർഷൻസ് ആണ്. യൂണിറ്റ് 11 ഗ്രീൻ ലോജിസ്റ്റിക്സും അതേപോലെ തന്നെ യൂണിറ്റ് 4 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും ഒക്കെ നമുക്ക് എപ്പോഴും വരും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് ഷോർട്ട് ആൻസേഴ്സും വരാറുണ്ട്. ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ 350 to 400 പേജസ് വരുന്ന വേർഡ്സ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും. ഒരു 350 തൊട്ട് 400 വേർഡ്സ് വരുന്ന രീതിയിൽ. അതേ സ്ഥാനത്ത് ഷോർട്ട് നോട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ 150 വേർഡ്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് നമ്മുടെ എക്സാം പാറ്റേണിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 100-100 15% ക്വസ്റ്റ്യൻസ് നമുക്ക് ഷോർട്ട് നോട്ട്സും, അനലിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഒക്കെ ഒരു 20%, ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചാൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 35%, അതേപോലെ കോൺസെപ്ച്വൽ അല്ലെ ഡെഫിനിഷൻ പാറ്റേണിലുള്ള 30% ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ലാസ്റ്റ് ടൈം ലേണിംഗ് പാത്ത് 3 നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിലെ പാത്ത് 1 സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ടും കവർ ചെയ്യേണ്ടതാണ് ഈ സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 3 സ്റ്റാറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ക്രൂഷ്യൽ ആണ്. മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട കുറച്ച് പോർഷൻസ് കവർ ചെയ്യുന്നതാണ് ഹൈ ഈൽഡ് 3 സ്റ്റാർസിൽ വരുന്നുള്ളത്. 2 സ്റ്റാർസിൽ വരുന്ന മീഡിയം ഈൽഡ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബട്ട് ആസ് കമ്പയർഡ് ടു ഹൈ ഈൽഡ് വെച്ച് നോക്കുമ്പോൾ ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും, ലോ ഈൽഡ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അധികം റിപ്പീറ്റഡ് ആയിട്ട് വരാത്ത ക്വസ്റ്റ്യൻസ് ആണ് ലോ ഈൽഡിൽ പറയുന്നത്. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നമ്മൾ ടൈം ഡിവോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിന്റെ ഒരു 50% ടൈമും നമ്മൾ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനും 30% ഓഫ് ടൈം നമ്മൾ മീഡിയം ഈൽഡ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനും ലോ ഈൽഡ് ക്വസ്റ്റ്യൻസിനായിട്ട് ഒരു 20% ടൈം നമ്മൾ ഡിവോട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ 3 സ്റ്റാർസിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും കവർ ചെയ്ത് പോവാ. ബ്ലോക്ക് യൂണിറ്റ് ടൈറ്റിലും എത്ര ടൈംസ് ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചുവെന്നും ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോൾ ചോദിച്ചുവെന്നും അതിന്റെ ട്രയൽസ് എത്ര സ്റ്റാർസ് കൊടുക്കുന്നു എന്നും നമ്മൾ ഈ ഒരു ടേബിളിൽ പറഞ്ഞു പോകുന്നുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ കോൺസെപ്റ്റും പ്രിൻസിപ്പിൾസും 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് സ്കോപ്പ് ഇമ്പോർട്ടൻസ് 6 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ തന്നെയാണ്. ഡിസംബർ 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇന്റർ റിലേഷൻഷിപ്പ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 25 ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. 2 സ്റ്റാർ ക്വസ്റ്റ്യൻസ് ആണ്. 4 ആയതുകൊണ്ടാണ് 2 സ്റ്റാർ വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 25 ചോദിച്ചതാണ്. 3 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 25 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 സ്റ്റാർ ആണ്. മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിംഗ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 25 ചോദിച്ചതാണ്. 3 സ്റ്റാർ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ട്രാൻസ്പോർട്ടേഷൻ വെയർഹൌസിംഗ് ആൻഡ് സ്റ്റോറേജ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 24 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 2 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഇൻഫർമേഷൻ മോണിറ്ററിംഗ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ഡിസംബറിൽ ചോദിച്ചതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 9 ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 25 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 10 കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 25 ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. 3 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഗ്രീൻ ലോജിസ്റ്റിക്സ് അത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ ലോജിസ്റ്റിക്സ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 11 ഗ്രീൻ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടീഡ് മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് എന്നുള്ളത്. 9 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള എല്ലാ എക്സാംസിലും ചോദിക്കുന്ന മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഔട്ട്സോഴ്സിംഗ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് ഇഷ്യൂസ് അത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 24 1 സ്റ്റാർ. ബ്ലോക്ക് 3 യൂണിറ്റ് 13 എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതിന്റെ ചലഞ്ചസ് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ജൂൺ 25 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
അതേപോലെ തന്നെ യൂണിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ റെഡ് കളറിൽ തന്നിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ്സ് ആണ് റെഡ് കളറിൽ തന്നിട്ടുള്ളത്. അതിൽ 1, 2, 4, 5, 6, 9, 10, 11 ആൻഡ് 13 ഈ 3 യൂണിറ്റ്സ് ആണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു 5 ടോപ്പിക് എടുക്കുവാണെങ്കിൽ ഗ്രീൻ ലോജിസ്റ്റിക്സും, അതേപോലെ തന്നെ യൂണിറ്റ് ലെവലിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ യൂണിറ്റ് 10, ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം യൂണിറ്റ് 9, പ്രൊക്യൂർമെന്റ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ യൂണിറ്റ് 5, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ യൂണിറ്റ് 4. ഇത്രയാണ് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട 5 ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ഓരോ പോർഷൻസിനെയും ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഗ്രീൻ ലോജിസ്റ്റിക്സിനകത്ത് 4 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 എണ്ണമാണ് ഫയർ ഐക്കണിൽ തന്നിട്ടുള്ളത്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ആൻഡ് ഡിസ്കസ് ദ key green logistics strategy, then examine and explain the challenges of green logistics. Green logistics is a new concept that poses its own challenges. Write a short note on green logistics, environmental impact of logistics, air and water pollution. അതേപോലെ തന്നെ there are certain protocol to be adhered in implementing of green logistics strategy. Elaborate. അപ്പൊ ഇതിൽ 4 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണമാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ആൻഡ് ഫോംസിൽ 3 ക്വസ്റ്റ്യൻസ്, അതിൽ 2 എണ്ണമാണ് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ടൈപ്പ് ഫോം. എക്സ്പ്ലെയിൻ ഓർ ബ്രിങ് ഔട്ട് ദ പ്രിൻസിപ്പിൾ, ആക്ടിവിറ്റി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോജിസ്റ്റിക്സ്. ദെൻ ഡിസ്ക്രൈബ് ദ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ലോജിസ്റ്റിക്സ്. അടുത്തത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതിന് 3 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണമാണ് പ്രധാനപ്പെട്ടത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഫോർ എനി എന്റർപ്രൈസസ് and elaborate and discuss the importance of logistics management. Examine or discuss the scope of logistics management. Describe the specific concept of logistics management. അടുത്തത് പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ. അതിൽ 3 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. ഡിസ്കസ് ദ വേരിയസ് പ്രൊക്യൂർമെന്റ് മെത്തേഡ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ, മെത്തേഡ് ഓഫ് പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ. ദെൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആൻഡ് ടെക്നിക് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. അതേപോലെ തന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓഫ് ഓട്ടോമേഷൻ ഇൻ പ്രൊക്യൂർമെന്റ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ, പ്രൊക്യൂർമെന്റ് സൈക്കിൾ, വെഡ് അനാലിസിസ്. അടുത്തത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിംഗിൽ 3 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണമാണ് ഇമ്പോർട്ടന്റ്. ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഇൻവോൾവ് എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് applicants. Bring out the significance of material handling. Write a note on material handling system. Explain the way of disposal of packing wastage. ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം അതിൽ 3 ക്വസ്റ്റ്യൻസിൽ 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. Discuss and explain the role of logistics information system. Discuss the requirement and components of a logistic information system. Describe the technology application of logistic information system. Technological development in logistic companies. Comment. അടുത്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 2 എണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ ഡിഗ്രി ടു വിച്ച് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ മെറ്റ്. Then elucidate customer satisfaction information, help an organization to improve its product and services. Elaborate. அடுத்து describe the important aspects of customer success. Discuss the way through which customer success can be achieved. Explain the relevance of customer focus and the customer service to customer satisfaction and customer service short notes. അടുത്തത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇന്റർറിലേഷൻഷിപ്പ്. 2 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Bring out or discuss the challenges of supply chain management. Explain write a note on the applications of supply chain management tools and challenges. Transportation, warehousing and storage. 2 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Discuss the various mode of transportation in logistics. Transportation mode, short notes. അടുത്തത് write a note on the type and functions of warehouse, type of document used in transportation and warehousing. Then information monitoring. Discuss the features of logistic information flow. Write a note on logistic information flow. Information process integrate all area of logistic system. Discuss the information processing short note. പിന്നെ പ്രൊഡിക്റ്റീവ് പ്രാക്ടീസ് ടെസ്റ്റ് ആണ്. 2 പ്രൊഡിക്റ്റീവ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
2 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ 8 ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി വരാറുള്ളത്. സെഷൻ എയും സെഷൻ ബിയും ആയിട്ട് വരാറുണ്ട്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും ഒക്കെ വരാറുള്ള പരീക്ഷയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്ഷൻ 5 ഫണ്ടില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിങ് ഔട്ട് ദ പ്രിൻസിപ്പൽ ആക്ടിവിറ്റി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോജിസ്റ്റിക്സ് വിത്ത് എക്സാമ്പിൾ. Question number 2, session 1 logistics management is extremely important for any enterprises. Discuss with reference to the strategic, tactical and operational role of logistics. Question 3 എന്ന് പറയുന്ന section 1 the logistics management cycle has key interrelated activities. Elaborate on each component of the cycle. Question 4, section 1 write a short note in about 150 words on each of the following: ABC, bed analysis and material handling principle. അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. സെഷൻ 2 ആണ്. എക്സാമിൻ ദ റോൾ ഓഫ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഡിസ്കസ് ദ ടെക്നോളജി ദാറ്റ് എനേബിൾ ഇറ്റ്. ദെൻ അടുത്തത് 6th ക്വസ്റ്റ്യൻ ആണ്. സെഷൻ 2 എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രീൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ദ മേജർ ചലഞ്ച് ഇൻ അഡോപ്റ്റിംഗ് ഇറ്റ് ഇൻ ഇന്ത്യ. Then 7th question, session 2 customer satisfaction information help an organization improve its production and service. Elaborate. Then 8th question at session 2 write short note in about 150 word on each of the following: outsource logistics management, environmental management system. അടുത്തത് പ്രാക്ടീസ് ചെയ്യാനുള്ള സെറ്റ് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, സെഷൻ 1 ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ management. Discuss the application area of supply chain management tool. Then second question എന്ന് പറയുന്നത് സെഷൻ 1 there are several specific concepts of logistics management. Critically analyze the lean, agile, resilience, green and total quality management. Then session 1 discuss the conceptual framework and techniques of inventory control. Use example to support your answer. സെഷൻ 1 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഓൺ ഈച്ച് ഓഫ് ദ ഫോളോയിങ്: ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ, പ്രൊക്യൂർമെന്റ് മെത്തേഡ്. ദെൻ 5th ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സെക്ഷൻ 2 ആണ്. ഇൻഫർമേഷൻ പ്രോസസിംഗ് ഇന്റഗ്രേറ്റ് ഓൾ ഏരിയ ഓഫ് ദ ലോജിസ്റ്റിക് സിസ്റ്റം. ഡിസ്കസ് ദ ആൻഡ് എക്സാമ്പിൾ ഫ്രം ഇന്ത്യൻ ഇ കൊമേഴ്സ്. ദെൻ 6th ക്വസ്റ്റ്യൻ സെഷൻ 2 എക്സാമിൻ ദ റെലവൻസ് ഓഫ് കസ്റ്റമർ ഫോക്കസ് ആൻഡ് കസ്റ്റമർ സർവീസ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഹൗ ഈസ് കസ്റ്റമർ സക്സസ് ഡിഫർ ഫ്രം ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. 7th question, session 2 describe the protocol, strategy and challenges of green logistics. Suggest a roadmap for an Indian logistics firm to become a carbon neutral by 2050. Then 8th question, session 2 write short note in about 150 words on each of the following: customer management, business process planning. Then ആൻസർ റൈറ്റിംഗ് ടൂൾ ആണ്. ആൻസർ റൈറ്റിംഗ് ടൂള് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 500 to 600 വേർഡ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഫോർമാറ്റിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. 2 to 3 സെന്റൻസ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതാൻ. 4 to 6 പേജ് പോയിന്റ്സ് വരുന്ന രീതിയിൽ വേണം ബോഡി പാർട്ട് എഴുതാനായിട്ട്. അതേപോലെ തന്നെ കൺക്ലൂഷൻ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷന്റെ കൂട്ട് തന്നെ ഫുള്ളി കവർ ചെയ്ത് 2 to 3 സെന്റൻസിൽ എഴുതി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ആൻസറിന്റെ ഒരു ഫോർമാറ്റ്. ആൻസർ ഇപ്പോൾ എഴുതുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ, അതിന് പോയിന്റ് കൊടുക്കുക, പോയിന്റിന് ഒരു 4 to 6 പോയിന്റ്സ് വരെ കൊടുക്കുക, ആ പോയിന്റ്സിനെ ഇലാബറേറ്റ് ചെയ്യുക, അതിനെ കൺക്ലൂഡ് ചെയ്യുക. ദെൻ സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ആരും എപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ആ തിയറി ക്രിയേറ്റ് ചെയ്തതെന്നും അതിന്റെ കോർ കമ്പോണൻസ് എന്താണ്, അതിന്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്താണ്, പോസിറ്റീവ് ആസ്പെക്ട്സ് എന്താണ്, എങ്ങനെയാണ് മോഡേൺ പ്രാക്ടീസിൽ അല്ലെങ്കിൽ കറണ്ട് സിനാറിയോയിൽ അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് വേണം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ. അതേപോലെ ഡിസ്കസ് വൈസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് വരും. ഡിസ്കസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുക. അതിനകത്ത് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിനെ ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ അതിനെ എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് എഴുതണം. ദെൻ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് ആര് എപ്പോ എന്തിനു വേണ്ടി ചെയ്തു, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന തിയറിയെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം എക്സ്പ്ലെയിൻ എന്നൊരു നോട്ട് വരുവാണെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എഴുതാനായിട്ട്. പിന്നെ ടൈം ആദ്യത്തെ നമ്മളൊരു 5 മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും കെയർഫുൾ ആയിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഏതാണ് ക്വസ്റ്റ്യൻ, എവിടെ നിന്നാണ് അത് വന്നത് എന്ന് കൃത്യതയോടെ മനസ്സിലാക്കുക. ഓരോ ആൻസേഴ്സിനും വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് വെച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 6 മിനിറ്റ് എടുത്തിട്ട് ആ 30 മിനിറ്റിൽ ഒരു 6 മിനിറ്റ് എഴുതിയ ആൻസേഴ്സ് റിവ്യൂ ചെയ്യാനായിട്ടോ അവസാനത്തെ 15 മിനിറ്റ് കൃത്യമായിട്ട് ഫ്രണ്ട് ടു ബാക്ക് വരെയുള്ള നമ്മുടെ ആ ബുക്കിലേക്ക് റിവൈസ് ചെയ്യുക. എവിടെയെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ സ്പേസ് വിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും വിട്ടുപോയ പോയിന്റ്സ് എന്തെങ്കിലും എഴുതാനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാനുള്ള സമയമായിട്ട് അവസാനത്തെ ലാസ്റ്റ് 15 മിനിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക.
ദെൻ ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ലാംഗ്വേജിന്റെ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. അവിടെ നമ്മൾ ബൈ സ്റ്റെപ്പ് ആയിട്ട് പാർട്ട് നമ്മുടെ ഈ ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസ് ചെയ്യാനുള്ള സെറ്റ് എയുടെയും ബിയുടെയും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും അതിന്റെ ബ്ലൂ പ്രിന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് വിത്ത് മെന്റർ പാക്കേജിലെ മെന്റേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ എങ്ങനെ നമുക്കിത് അൺലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തിനുകൊണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് സെറ്റ് തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനകത്തുണ്ട്. കൂടാതെ തന്നെ എഗെയിൻ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ടെക്സ്റ്റിന്റെ സോഫ്റ്റ് കോപ്പി, അതേപോലെ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് പ്രധാനപ്പെട്ട പോർഷൻസ് നമ്മൾ HBയിൽ പറയുന്നുണ്ട്, അതിന്റെ വീഡിയോസ് പറയുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വിത്ത് മെന്റർ പാക്കേജിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് മെന്റർ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ലാൻഡ്വൈസിന്റെ ഈ തന്നിരിക്കുന്ന നമ്പറിൽ 7592939616 എന്ന് പറയുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക, മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ കോർഡിനേറ്റർ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ലാംഗ്വേജിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ഉറപ്പുവരുത്തുക. സോ നല്ല രീതിയിൽ എക്സാം എഴുതുക. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു 50 മാർക്കിന്റെ പരീക്ഷയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി വായിച്ച് നമുക്ക് ഗ്രീൻ ലോജിസ്റ്റിക്സ് ഒക്കെ എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങേയറ്റം മാർക്ക് കുറഞ്ഞ സബ്ജക്ട് കുറഞ്ഞ ടോപ്പിക്സ് കവർ ചെയ്ത് മാക്സിമം സ്കോർ നേടാനുള്ളൊരു വഴിയാണ് ഇത് തന്നിരിക്കുന്നത്, BYQ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് റെഫർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.